CPIM-ലെ പരാതിക്കത്ത് ചോർച്ചാ വിവാദത്തിൽ ഷർഷാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പങ്കാളിയും സംവിധായികയുമായ റത്തീന. ഇപ്പോൾ വരുന്ന വാർത്തകൾക്കെല്ലാം പിന്നിൽ കുടുംബ വഴക്കും വ്യക്തിവൈരാഗ്യവുമാണെന്ന് റത്തീന ഫേസ്ബുക്കിൽ എഴുതി. നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയ മുൻ പങ്കാളി ഏറെക്കാലമായി തന്നെ പിന്തുടർന്ന് കൊല ചെയ്യുകയാണ്. തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് CPIM-നെ കരുവാക്കുന്നതെന്നും റത്തീന ആരോപിച്ചു. 2024 നവംബറിൽ നിയമപരമായി ഷർഷാദിൽ നിന്ന് താൻ വിവാഹമോചനം നേടി. പക്ഷേ അതിനുശേഷവും പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. വിവാഹമോചനം നേടിയിട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും ഭീഷണി തുടരുന്നുവെന്നും റത്തീന ആരോപിക്കുന്നു. ഗാർഹിക പീഡനത്തിന് കോടതി ശിക്ഷിച്ച ജാമ്യമില്ലാ കുറ്റം ചാർത്തിയ ആളാണ് മുൻ പങ്കാളി. തന്നെ അങ്ങേയറ്റം മോശപ്പെടുത്തി പ്രചാരണം നടത്തി. യൂട്യൂബർക്ക് ഇന്റർവ്യൂ നൽകി സ്വഭാവഹത്യ അടക്കം നടത്തി. തന്റെ വീട് പണയപ്പെടുത്തി 2,65,00,000 രൂപ ബാധ്യതയുണ്ടാക്കി. ശേഷം ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി. സമ്മർദ്ദത്തിലായപ്പോൾ തനിക്കെതിരെ അവിഹിത ബന്ധം ആരോപിച്ചു. ഗാർഹിക പീഡന കേസിന്റെ ക്രോസ് വിസ്താരത്തിൽ ഷർഷാദ് ഹാജരായില്ല. കഴിഞ്ഞ വർഷം നവംബർ 24-ന് തനിക്ക് അനുകൂലമായി വിധി വന്നു. ഇദ്ദേഹം ഇത്രയും ക്രൂരനെന്ന് ബോധ്യപ്പെട്ടാണ് കോടതി അനുകൂല വിധി തന്നതെന്നും റത്തീന. കുട്ടികൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും നൽകാത്തയാളാണ് ഷർഷാദ് എന്നും റത്തീന ആരോപിക്കുന്നു. ഇതിനെല്ലാം പുറമെ മലയാളത്തിന്റെ മഹാനടനെ ഈ കേസുമായി ചേർത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഇതൊന്നും ഏശാതെ വന്നപ്പോഴാണ് CPIM-നെതിരെ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നതെന്നും അതിലൂടെ കിട്ടുന്ന മാധ്യമ ശ്രദ്ധയിലൂടെ തന്നെ ഷർഷാദ് ഉന്നമിടുന്നതെന്നും റത്തീന പറയുന്നു. തനിക്ക് ഗോവിന്ദൻ മാഷിനെയോ അദ്ദേഹത്തിന്റെ മകനെയോ പരിചയമില്ല. അടുത്ത കോടതി വിധിക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത് ദുഃഖമാചരിക്കാൻ അവസരം തരില്ലെന്നും താനും മക്കളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് റത്തീന ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. CPIM-ലെ കത്ത് ചോർച്ച എന്നതിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ ആരോപണത്തിന് റത്തീനയുടെ വെളിപ്പെടുത്തലുകളിലൂടെ പുതിയ മാനം കൈവരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.